അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെന്നെ പരിചയം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ചെറിയ തോതിൽ ചിലപ്പോൾ പരിചയം കാണും. ഞാനിങ്ങനെ ചെറിയ ചെറിയ റീലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീൽ പോസ്റ്റ് ചെയ്ത കാര്യം പറയാനല്ല ടോൺ വോയിസിൽ വന്നത്. എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അതായത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലാണ്. ഫിസിയോതെറാപ്പി, ഫ്രീ ക്ലിനിക്ക്, പാലിയേറ്റീവ്, പിന്നെ നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ ആവശ്യം കഴിയുന്നവരെ ഉപയോഗിക്കാൻ വേണ്ടി മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഇൻചാർജറാണ് ഞാൻ. അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഒരുവിധ ആളുകളൊക്കെ നമ്മൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് അല്ലേ. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ നിറഞ്ഞ ഒരു ലൈഫാണ് നമ്മളത്. എവ്രി വൺ, ഓരോരുത്തരതും. അപ്പോൾ നമുക്കൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മളെ രീതിയിലാണെങ്കിൽ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് മനസ്സിറങ്ങി കരഞ്ഞ് ദുആ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടും. യാ അല്ലാഹ് നമുക്കൊരു സൊല്യൂഷൻ തരും. എന്തായാലും ഇതുവരെ എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് എന്തെങ്കിലും പ്രയാസം പ്രശ്നമൊക്കെ വരുമ്പോൾ ഞാൻ കൂടുതൽ അള്ളാഹുവിലേക്ക് ഒന്നും കൂടി പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചിട്ടും തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്തിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടും. ആ പ്രശ്നത്തിനൊരു പരിഹാരവും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്കില്ലേ ഈ പാലിയേറ്റീവിന് ഈ സ്റ്റാഫിൻ്റെ നഴ്സിൻ്റെ ഒക്കെ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഞാൻ ഇവിടെ വന്നിട്ട് 5 വർഷത്തോളമായി. അപ്പോൾ അന്ന് മുതൽ ഞാനിങ്ങനെ പാലിയേറ്റീവിൻ്റെ ഡ്യൂട്ടിക്ക് ഇവരെല്ലാവരും പോകും. ഓരോ രോഗികളെ പറ്റിയിട്ട് അവസ്ഥകൾ, കാര്യങ്ങൾ, ഇവരെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇവർ വരുന്ന സംസാരിക്കും. അപ്പോൾ എന്നോട് എല്ലാ കാര്യം ഷെയർ ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായി, എന്താണ് ഇവർ ഈ കിടപ്പ് രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഇവരെന്തൊക്കെയാണ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്, അപ്പോൾ അതറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കുറേ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ അറിയില്ല, എനിക്കൊരു പ്രത്യേകത ഈ ഒരു സ്ഥാപനത്തിനോട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്നാമത് രോഗികളോട് ഇവിടെ ഉള്ള ആളുകളാണെങ്കിലും ഈ ഒരു സ്ഥാപനമാണെങ്കിലും പാവപ്പെട്ട രോഗികൾക്ക്, നിർധനരായ രോഗികൾക്ക് ഒരു സാന്ത്വനം നൽകുന്നുണ്ട്, ആശ്വാസം നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും സ്ഥാപനത്തിനോട് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സ്ഥാപനത്തിൽ. കാരണം എനിക്ക് 2 കൂലിയുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഒന്ന് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം, ഒന്ന് പടച്ചവൻ്റെ പക്കൽ നിന്ന് കിട്ടുന്ന കൂലി. കാരണം രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സ്ഥാപനത്തിലാണല്ലോ, അതിന് വേണ്ട പ്രവർത്തനങ്ങളാണല്ലോ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാലിയേറ്റീവിൻ്റെ ഡ്യൂട്ടിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് പോകാൻ അങ്ങനെ ഒരു ചാൻസ് വന്ന്. 5 വർഷമായിട്ട് ഞാനിതുവരെ പോയില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ പോയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഒരു പ്രയാസമല്ല, ഒരു പ്രശ്നമല്ല. അതിലുപരി അതിനേക്കാളേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. താങ്ങാവുന്നതിലപ്പുറം വേദനകൾ സഹിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. സത്യത്തിൽ അതിനൊക്കെ അപേക്ഷിച്ച് നമുക്കൊക്കെ എന്ത് അനുഗ്രഹമാണ് കിട്ടിയത്. അൽഹംദുലില്ലാഹ് അല്ലേ. ഞാൻ ഓരോ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ ആ രോഗികൾ അനുഭവിക്കുന്ന വേദന പടച്ചവനോട് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട്. കാരണം ആ രോഗികൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, സിസ്റ്ററെ എന്നാട്ടോ അവർ വിളിക്കുന്നത്, സിസ്റ്ററെ എൻ്റെ അസുഖം എപ്പോഴാണ് മാറുക, എൻ്റെ ട്യൂബ് എപ്പോഴാണ് ഒഴിവാക്കുക എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിയിട്ടുണ്ട്. ആ ഒരു വേദന വന്നിട്ടുണ്ട്. കാരണം അവരത് ചോദിക്കുമ്പോൾ അവരെത്രമാത്രം അത് ആഗ്രഹിക്കുന്നുണ്ടാവും, ആ ഒരു മോചനം എന്നുള്ളത്. പക്ഷെ അതിലുപരി ആ രോഗികൾക്ക് ഉള്ള വേദനയെക്കാളും അതിലുപരി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ രോഗികളെ നോക്കുന്ന ആളുകൾ, അവരുടെ മക്കൾ, മരുമക്കളാവാം, സഹോദരങ്ങളാവാം, അങ്ങനെയുള്ള ആളുകൾ ഞാൻ വിചാരിക്കുകയാണ് എന്തൊരു മഹത് വ്യക്തികളാണ് വരുന്നത്.
കാരണം ഒരു കുറവും വരുത്താതെ, ഒരു പ്രയാസമില്ലാതെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നല്ല സന്തോഷത്തിൽ നമ്മളെ വരവേറ്റ് രോഗികളെടുത്ത് പോയി. അപ്പോൾ അവർ രോഗികളും തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ഇവരൊരു മടിയും കൂടാതെ രോഗികളെ നോക്കുന്നത് കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു മനസ്സ് എനിക്ക് അടക്കമുള്ള എല്ലാവർക്കും തരണേന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ദുആ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, പഠിച്ചവനെ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു പ്രയാസം കൂടാതെ നന്നായിട്ട് നോക്കാൻ പറ്റണേ, ആ ഒരു മനസ്സ് ഇന്നും എനിക്ക് ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ച്. കാരണം ഇവരെത്ര നല്ല വ്യക്തികളാണ്. ഇവർ രോഗികളെ ശുശ്രൂഷിച്ചിട്ട് രോഗികൾക്ക് വേണ്ടതൊക്കെ ഇവർ ചെയ്തു കൊടുത്ത് ഇവരെ കടമകളാവും. പക്ഷെ നമ്മളെ മാതാപിതാക്കളെ നോക്കേണ്ടത് നമ്മളെ കടമകളാണ്. പക്ഷേ എത്രയോ ഇല്ലേ മാതാപിതാക്കളെ നോക്കാത്ത ആളുകൾ. ഇപ്പം ഞാൻ പാലിയേറ്റീവിന് പോയ വീടുകളിലൊക്കെ നന്നായിട്ട് നോക്കുന്നത്. ഞാനൊരു വീട്ടിൽ പോയ സമയത്തെ സത്യം പറയുകയാണെങ്കിൽ കരഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് കരഞ്ഞു പോയി. കാരണം 3 രോഗികൾ ഒരു വീട്ടിൽ, ആ ഒരു ലേഡി മാത്രം. അവൾ ആ വീട്ടിലത്തെ ജോലി എടുക്കണം, മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കണം, അമ്മ, അമ്മായിയമ്മ, അമ്മായി, 3 രോഗികൾ ഒരു മടിയും കൂടാതെ എന്താ പറയുക, നമ്മളെ ഭാഷയിൽ നല്ല റാഹത്തിൽ ആ രോഗികളെ നോക്കുന്നത്, ചിരിച്ച മുഖത്താലെ. അപ്പോൾ അവൾ എത്ര നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കൂലേ. ശരിക്കും ആ മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലോ ഒരു മാതാപിതാക്കളും കരയൂല, ഒരു മാതാപിതാക്കളും ഒരു സഹോദരങ്ങളും വിഷമിക്കൂല. അപ്പം ഞാൻ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ ഓൺ വോയിസിൽ വന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല മനസ്സുണ്ടാവട്ടെ. ദുആ ചെയ്യാം.